ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഗ്ഗ് കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ആയ ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 എഗ്ഗാണ് ചേർത്തത്. ഇതുപോലെ നമുക്ക് എഗ്ഗ് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എഗ്ഗിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഞാൻ ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തു. സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മെല്ലെ വേവിച്ചെടുക്കാം. നമ്മുടെ എഗ്ഗ് സ്പെഷ്യൽ റെഡിയായി. എല്ലാവരും ട്രൈ ആക്കി നോക്കണം. ഹാഫ് ബോയിൽ ഇഷ്ടമുള്ളവർക്ക് ഹാഫ് ബോയിലാക്കി എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി എഗ്ഗ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ആക്കണം. ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദോശൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ നടുക്ക് സാൻഡ്വിച്ച് മാതിരി വെച്ച് കഴിക്കാനോ സൂപ്പർ ടേസ്റ്റാണ്. എഗ്ഗ് കറി ആക്കുന്നതിന് പകരം ഇതുപോലെ ഇടയ്ക്ക് ട്രൈ ആക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഹാഫ് ബോയിലല്ല, ഓംലേറ്റ് ആക്കിയിട്ടല്ല കഴിച്ചത്, റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് കഴിക്കുന്നത്. ദോശൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ്.